നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലേക്ക് കടക്കും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്ത കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. സിമിക്ക് എതിരായ നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുന്നു. 5 വർഷം കൂടി സിമി നിരോധിത സംഘടനയായി തുടരും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിലും അതുപോലെ രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും തകർക്കുന്നതിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിലും സിമിക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ 5 വർഷം കൂടി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ പൊതുവേദി വിഷയത്തിലേക്ക് വരാം. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഭരണപക്ഷാംഗങ്ങൾ രൂക്ഷമായാണ് ഗവർണറെ വിമർശിച്ചത്. നന്ദിപ്രമേയം അവതരിപ്പിച്ച ചന്ദ്രശേഖരൻ ഗവർണർ പദവി തന്നെ സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന നിലപാടാണ് സഭയിൽ വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന് ഒരു ഗവർണർ വേണ്ടേ? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ ഗവർണർ പദവി എന്നതൊക്കെ ഒരു കൊളോണിയൽ ചിന്താഗതിയാണെന്നുള്ള നിലപാടാണ് ഇടത് രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നവരിലേക്കാണ് അധികാരം വരേണ്ടത് എന്നാണ് നിലപാട്. ഗവർണർ വേണ്ടേ നമുക്ക്? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ആദ്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് 1000 നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ന്യൂസിന് അനുകൂലമായിട്ട്. പിന്നെ ഗവർണർ വേണ്ടെന്ന് ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ ഗവർണറും ഗവൺമെന്റും ഒക്കെ. CPI തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഗവർണർ അല്ല വേണ്ടാത്തത്, ഇടതുപക്ഷങ്ങൾ വേണ്ടെന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത് നമുക്ക് തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാമല്ലോ, ഗ്രാഫ് പരിശോധിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടൊന്നും ഗവർണർ പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഗവർണർ ഭരണഘടനക്ക് അനുസൃതമായി മാത്രമേ പ്രവർത്തിക്കൂ. ആരിഫ് മുഹമ്മദ് ഖാൻ വിവരമില്ലാത്ത ആളല്ല. SFIയെ പോലെ ഒരു തീവ്ര സംഘടന മൊത്തത്തിൽ അങ്ങ് തടിയുമെന്നാ പറഞ്ഞത്. 16 ലക്ഷം ആളിറങ്ങിയാൽ ഗവർണർക്ക് അനങ്ങുവാനാവൂല എന്ന ആർഷോ പറഞ്ഞത്. 16 ലക്ഷം പോയിട്ട് 16 ആൾ ഇറങ്ങൂല. അതിനുള്ള പണി കേന്ദ്ര ഗവൺമെന്റ് സേനയെ ഇറക്കിയിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യട്ടെ കേരള സർക്കാർ. അപ്പൊ ഇതുകൊണ്ട് ഈ ഭീഷണിയൊന്നും വേണ്ട. പിന്നെ CPIയെ തന്നെയും വേണ്ട എന്നാണ് ഇന്ത്യ രാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ ചിഹ്നം ഇപ്പൊ നഷ്ടപ്പെട്ടു, ദേശീയ പദവി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ചന്ദ്രശേഖരൻ MLA സാറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഗവർണർ അല്ല വേണ്ടാത്തത്, താങ്കളുടെ പാർട്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തത്. യെസ്, വളരെ വ്യക്തമാണ്. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ മുണ്ടക്കയത്ത് നിന്ന് ചേരുന്നു. ശ്രീ രവീന്ദ്രൻ, ഈ ഗവർണർ സംസ്ഥാന ഭരണത്തിന്റെ തലവനാണ്. അങ്ങനെ ഒരു പദവി വേണ്ട എന്ന് വെക്കാൻ നമുക്ക് കഴിയുമോ? സാറേ, അത് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഗവർണർ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അത് ഇപ്പൊ CPM പറയുന്നതിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതിപ്പോ ഇനി അഥവാ ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ തന്നെ പകരം ഒരു ഗവർണർ വരും. അതിപ്പോ UDFന്റെ കാര്യത്തിലുള്ള ഗവർണർമാർ വരുന്നവരെ റബ്ബർ സ്റ്റാമ്പൊന്നും ആയിരിക്കില്ല. ഇതിലും പൂർവാധികാര ശക്തിയായിട്ട് ഒരാളെ വരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ ഈ വരുന്ന ഇലക്ഷൻ വരെ ഈ CPMന്റെ CPIയുടെ ഒക്കെ അഴിമതിയും കെടുകാര്യസ്ഥയും ഈ മാസപ്പൊടിയൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയുള്ളൂ. ജിമ്മിക്ക് മാത്രമേ ഉള്ളൂ. അത് ഗവർണറെ വെച്ച് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗവർണറെ കൊണ്ടൊന്നും ഈ പറയുന്ന ഒരു കുഴപ്പമില്ല. ഈ പിള്ളേർ ഇതിനെ കാണിക്കുന്നത്, പിള്ളേർ ഈ ഇങ്ങനെ കിടന്ന് കോലം കെട്ടിയാ പിന്നെ ഈ ഗവർണർ അംഗീകരിക്കും. ഗവർണർ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ കൂടി അടിമാലിയിൽ നിന്ന് ചേരുന്നു. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്കൊരു ഗവർണർ വേണമെന്ന്. അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? തങ്കച്ചൻ TV ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത സതീഷ് കോഴിക്കോട് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. സതീഷ്, കോഴിക്കോട് ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ സതീഷ്, എവിടെ നിന്ന്? കോഴിക്കോട് ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് മാമ്പറ്റ. ശ്രീ സതീഷിന് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ഭരണഘടനാ പദവി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഗവർണർ എന്താണ് കേരളത്തിൽ ചെയ്യുന്നത്? അതാത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളെ അതാത് സംസ്ഥാനങ്ങളിലെ പറഞ്ഞയക്കുക എന്നല്ലാതെ ഗവർണർക്ക് കേരളത്തിലാണെങ്കിലും ഏത് ഗവർണർ ആണെങ്കിലും രാഷ്ട്രീയം വളർത്താൻ മാത്രമല്ല ഗവർണർ വരുന്നത്. അല്ലാതെ ഗവർണർ പദവി ഒഴിവായി കഴിഞ്ഞാൽ ഗവർണർക്ക് എത്ര സ്റ്റാഫുകളാണ് ഉള്ളത്? ഇത്രയും സ്റ്റാഫുകളുടെ ശമ്പളം കൊടുത്ത് ഗവർണർ എന്ത് പണിയാണ് എടുക്കുന്നത്? ഗവർണർ രാഷ്ട്രീയം കളിക്കാൻ നമ്മൾ പൈസ കൊടുത്തിട്ട്
രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ അല്ലെങ്കിൽ എത്രയോ അതാത് സംസ്ഥാനങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. ഗവർണർ ഒഴിവാക്കുകയാണ് വേണ്ടത്. യെസ്, വളരെ വ്യക്തമാണ്. മുരളീധരൻ എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. മുരളീധരൻ, ആർട്ടിക്കിൾ 153 ഇന്ത്യൻ ഭരണഘടനയുടെ അനുശാസിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഗവർണർ വേണമെന്ന്. അങ്ങനെ ഒരു ഗവർണർ വേണ്ട എന്ന നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഗവർണർ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന ഈ ഒരു ലൊടക്ക് പാർട്ടിയാണോ തീരുമാനിക്കണത് ഇത് വേണ്ട എന്നുള്ളത്? ഇത് നമ്മുടെ ഭരണഘടന നിഷേധിക്കുന്ന നിലപാടല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കളും അവരെ താങ്ങി നിൽക്കുന്നവരും വെറും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവരുടെ കാര്യങ്ങളൊട്ടും നടപ്പാക്കാൻ പോകുന്നുമില്ല. അവർ പറയുന്ന അഹങ്കാരമാണ്, അനാവശ്യമാണ്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡേവിഡ് വിജയ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഭരണഘടന പറയുന്നത് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദ ഗവർണർ എന്നാണ്. ഇത് ഈ സംഭവത്തോടനുബന്ധിച്ച് എനിക്ക് ഓർമ്മ വരുന്ന എന്നോട് രസികൻ പഴയ കാലത്ത് പറഞ്ഞ സംഭവമാണ്. ശരിയാണോന്ന് അറിയാൻ അറിഞ്ഞുകൂടാ. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഇവിടെ VV ഗിരി ഗവർണറായിരുന്നു അത്രേ. VV ഗിരിക്ക് ഇവരും തമ്മിൽ ചേരില്ല. VV ഗിരി കോൺഗ്രസിന്റെ ആളാണെന്ന് കോൺഗ്രസ് സർവ്വപ്രതാപത്തോടുകൂടി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോരെല്ലാം ഒപ്പിടും രാജ്ഭവനില്. അതിന്റെ ഇടയിൽ കൂടി രാഷ്ട്രപതിക്ക് ഒരു റിക്വസ്റ്റ് എഴുതി വെച്ചു, നിങ്ങോര് എനിക്കിവിടെ കേരളം വേണ്ട, എനിക്ക് വേറെ വല്ലയിടത്തേക്കും ട്രാൻസ്ഫർ തരണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതറിയാതെ അങ്ങോട്ട് ഒപ്പിട്ടെന്നും EMS അതെടുത്ത് അയച്ചിട്ടാണ് VV ഗിരി ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്ത്രപൂർവ്വം അയാൾക്ക് അന്ന് VV ഗിരി ആണെങ്കിൽ ഇവിടെ കോട്ടക്കൽ ചികിത്സയും സുഖവാസവും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നതാണ്. അപ്പൊ EMSനെ പോലെ ടാക്ട്ഫുൾ ആയിട്ട് ഒരാളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇത് ശരിയാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്റെ അടുത്ത് ഒരാൾ ചങ്ങായി പറഞ്ഞതാണ്. വളരെ കരുത്തനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവും നമ്മുടെ നാട്ടിലെ ഒരു സുപ്രധാന നേതാവുമാണ്. ഒരുപക്ഷെ തമാശ രൂപേണ പറയുന്നതായിരിക്കാം. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. CK രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? രവീന്ദ്രൻ, കേൾക്കാമോ? മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? ഭരണഘടന അനുശാസിക്കുന്ന ഒരു ഗവർണറെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് കഴിയുമോ? ഭരണഘടന തന്നെ ശരിയല്ല, അത് കൊണ്ടുപോകണം, കുറച്ചൊക്കെ പറയുന്ന വ്യക്തികളുള്ള ഭാഗത്തുനിന്ന് ഇതിൽ നീത് പിന്നെന്താ നമ്മൾ പ്രതീക്ഷിക്കുക? ഇതൊരു ഫെഡറൽ സംവിധാനമല്ലേ? തീർച്ചയായിട്ടും ആദ്യം അവര് പറഞ്ഞിരുന്നതല്ല, ഗവർണറെ തിരിച്ചു വിളിക്കാനാ പറഞ്ഞത്. അപ്പൊ ഭൂതോദയം ഉണ്ടായത്, തിരിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ വരുമല്ലോ അവിടുന്ന്. അപ്പൊ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ഒരാളാകുന്നതാണ്. പിന്നെ ചെലവ് ഗവർണർക്ക് ഉണ്ടാവണം, ഒരുപാട് ചെലവ് ഉണ്ടാക്കണമെന്നാ പറയണത്. ഇപ്പൊ ഒരാൾ പറഞ്ഞു. അപ്പൊ ഈ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള മന്ത്രിമാർക്കൊക്കെ, അപ്പൊ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെലവുകളൊക്കെ കുറയ്ക്കട്ടെ. അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ തനക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ പുറത്താക്കുക, ഇതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരിയൊന്നല്ല അത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അക്ബർ അലി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അക്ബർ അലി, പാലക്കാട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പാലക്കാട് ജില്ലയിൽ എവിടെ നിന്നാണ് അക്ബർ അലി വിളിക്കുന്നത്? പുതുനഗരത്ത് നിന്നാണ് വിളിക്കുന്നത്. യെസ്, ശ്രീ അക്ബർ അലിക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ഗവർണർ പദവി വേണ്ടേ? തീർച്ചയായിട്ടും. എന്തിനാ സാർ ഇതൊക്കെ ഗവർണർ? എങ്ങനെ ഒരു ഗവർണർ നമുക്ക് ആവശ്യമുണ്ടോ? എന്താ പറയട്ടെ, ഇങ്ങനെ ഒരു ഗവർണർ, അതായത് ഒരു ചെറിയ കുട്ടികൾ, ചെറിയ പ്രസവിച്ച കുട്ടികൾ കൂടി ഇങ്ങനെ കാണിക്കില്ല. അതിലൂടെ തറക്കളിയല്ല കളിക്കുന്നതായത്. തറക്കളി. കാരണം എന്താ പറയട്ടെ, നാട്ടു റോട്ടിൽ ഇരുന്നിട്ട് 2 മണിക്കൂർ ഇരിക്കുക. SFIക്കാർ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് കരിങ്കൊടി കാണിച്ചിട്ട് എന്താ ഇറങ്ങി തലണ പോണതല്ലേ? അദ്ദേഹം കാറിലേക്ക് എന്തോ എടുത്തെറിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് വെറുതെ പറയണം മാധ്യമങ്ങൾ. ഞങ്ങൾ കണ്ടുകൊണ്ടല്ലേ എനിക്ക് ന്യൂസില് അന്ന് അദ്ദേഹം ഇറങ്ങിയതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോളെ അങ്ങനെ സംഭവം നടന്നതായിട്ട്. അതായത് അദ്ദേഹം വന്നിട്ട് BJPയുടെ അജണ്ട അവിടെ നടപ്പിലാക്കാം, അത് എല്ലാം ശ്രമിക്കുന്നുണ്ട്. അത് നടക്കില്ല, അവിടെ കേരളത്തിൽ നടക്കില്ല. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? ഈ ഗവർണർ സർക്കാർ പോരിപ്പോൾ ഗവർണറെ വേണ്ട എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ശ്രീ ജയകുമാർ? നമസ്കാരം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ അതേ പദവിയിൽ ആരെങ്കിലും ഈ സർക്കാരിന്റെ മേൽനോട്ടത്തിന്റെ ഒരാൾ വേണം. പക്ഷേ ഈ ഗവർണർക്ക് ഇത്രയും ആഡംബരവും ബദലാവും കൊടുത്ത് അതിനകത്ത് ഒരു ഗവർണറൊക്കെ ഈ വെറുതെ വേസ്റ്റ് ഇത്രയും മണം മുടക്കണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനകം മൊത്തം പോയി കണ്ടിട്ടുള്ളതാണ്.
അത് ശരി. ഇതിനകത്ത് കയറിയിട്ടുള്ളതാണ്. അവരുടെ നെറ്റ് കണക്ഷനൊക്കെ വേണ്ടി പോയിട്ടുള്ളതാണ് അവിടെ. എന്തിനാ ഈ രാജ്ഭവനകത്തേക്ക് പോയത്? ഇന്റർകോമിന് നെറ്റ് കണക്ഷൻ ഇങ്ങനെ ഇതിനകത്തേക്ക് വേണ്ട വർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ടീമുമായിട്ട് പോയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇത് വലിയ മന്ദിരമായി തോന്നിയോ? ഫുഡൊക്കെ തന്നു, ഞങ്ങൾക്ക് അവിടുന്ന് എല്ലാം തരുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ആഡംബരമാണ്. അവന്റെ ഫർണിഷിംഗ് തന്നെ കണ്ട അതിന്റെ സെറ്റപ്പും കാര്യം. അത് ശരി. ഏതായാലും താങ്കൾ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത പ്രേക്ഷകൻ ജോയ് ആണ്. ജോയ് എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ശ്രീ ജോയ്ക്ക് എന്ത് തോന്നുന്നു? ഗവർണർ പദവി നമുക്ക് ഭരണഘടന അനുശാസിക്കുന്നതാണ്, അത് മാറ്റേണ്ടതുണ്ടോ? തീർച്ചയായും മാറ്റേണ്ടതില്ല. കാരണം ഗവർണർ ആവശ്യമാണ്. കാരണം ഇവിടെ കേരളത്തിൽ കുറെ നാളുകളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തില്ല. ഇപ്പം ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ ആരും രക്ഷാപ്രവർത്തനവും നടന്നില്ല. അപ്പം ഈ മറ്റുള്ളവർക്കെതിരെ ഇപ്പം ഭരണത്തിൽ ശരിക്കും ഒരു ഏർപ്പെട്ടാക്കുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം കൊച്ചാക്കുക എന്ന് പറയുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ കണ്ടെടുത്തോടുകൂടി കോഴിക്കോട് ടൗണിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ കണ്ടതാണ് ജനങ്ങൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറിയത്. അപ്പം അതൊന്നും ഇവർക്ക് ദേഷിച്ചിട്ടില്ല. ഇവർ വിചാരിച്ച് ഇവരെ പേടിച്ചിട്ട് മൂലക്കിരിക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം അവരുടെ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ആലത്തൂരിൽ നിന്ന് രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു? ഇത് ഒരു നിയന്ത്രണം എന്ന രീതിയിലാണ് ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ആർക്കും പരമാധികാരമില്ലാതെ എല്ലാവരും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പദവി രൂപകൽപ്പന ചെയ്തത്. അത് മാറ്റേണ്ടതുണ്ടോ ശ്രീ രവീന്ദ്രൻ? CPM ഭരിക്കുമ്പോ CPMന് ലോകായുക്ത വേണ്ട, CBI വേണ്ട, ED വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്വന്തം അച്ഛൻ മക്കളെ കുറ്റം കാണുമ്പോൾ ശാസിച്ചാൽ അച്ഛനെ വേണ്ടാന്ന് വെക്കോ പിണറായി? അപ്പോഴേ ഈ അവനന്റെ തോന്നിയാസത്തിന് ഭരിക്കാൻ വേണ്ടി അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഇവര് പറയും. അതൊന്നുകൂടെ ഇവര് തന്നെയാണല്ലോ പറയുന്നത് ഭരണഘടന 300 പ്രാവശ്യം ഇയാൾ പറയണ്ടല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനായി ഇവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭരണഘടനയിലുള്ള ആളല്ലേ ഈ പറയുന്ന ഗവർണർ സ്ഥാനം. അത് എടുത്തു കളയാൻ ഇവർക്കെന്താ അധികാരം? വേണമെങ്കിൽ 5 വർഷം കിട്ടിയ 5 വർഷം നന്നായി ഭരിക്കുക, ജനങ്ങൾ ഒഴിവാക്കുമ്പോ പോവുക. അതിനപ്പുറത്തേക്ക് ഭരണഘടന തിരുത്തിയിട്ട് ഗവർണർ വേണ്ട, ED വേണ്ട, CBI വേണ്ട, ലോകായുക്ത വേണ്ട, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് തെമ്മാടിത്തരവാ. അത് ഈ ഇവര് എപ്പോഴും പറയണത് കേരളമാണെന്ന്. ഈ കേരളത്തിൽ അത് നടക്കില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭാഗമാണ്, അല്ലാണ്ട് അയാൾക്ക് സ്വന്തമായിട്ട് തോന്നുന്ന പോലെ ഭരിക്കാനുള്ളതല്ല. അതെ, രാജ്യത്തിന്റെ ഭാഗമാണ് സംസ്ഥാനവും. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ രവീന്ദ്രന്റെ അഭിപ്രായം. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രന് എന്താണ് പറയാനുള്ളത്? ഭരണഘടനയിൽ മാറ്റം വേണോ സുരേന്ദ്രൻ? നമസ്കാരം സാറേ. ഈ പറയുന്നത് ഉണ്ടല്ലോ, ഈ പറയുന്ന പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഗവർണർ പോസ്റ്റിനെ പറ്റി ഇന്ന് മാത്രമല്ല, ഈ BJP ഗവൺമെന്റിന് മുന്നുണ്ടായിരുന്നല്ലോ, കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അന്നും ഗവർണർമാരെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്നോ, 356 ആദ്യമായിട്ട് എല്ലാ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് ഈ ഗവർണർമാരുടെയിലാണ്. എന്നും ഗവർണർമാരൊരു തലവേദനയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗവർണർമാർ പറയണത്. ഗവർണർമാരെ അവര് അതാത് രാഷ്ട്രീയ കളികള് എല്ലാ കാലത്തും ചെയ്യാറുണ്ട്. അതിലിപ്പോ അതിന്റെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് മാത്രം. പിന്നെ പറഞ്ഞു പിണറായി വിജയനെ ഒഴിവാക്കും. പിണറായി വിജയൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അങ്ങനെയാണെങ്കിൽ ഗവർണർ പോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെ വെച്ച കുഴപ്പമില്ലല്ലോ. എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല ശ്രീ സുരേന്ദ്രൻ, ഗവർണർ പ്രതിനിധി എന്ന് പറയുന്നത് അദ്ദേഹം പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ്. അതെ സാറേ, പ്രസിഡന്റിന്റെ പ്രതിനിധിയാണെങ്കിൽ ഗവർണർ ചെയ്യേണ്ടത് അവിടെ രാഷ്ട്രീയം കളിക്കുക, അതെ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളിപ്പോ കണ്ടല്ലോ, സുപ്രീം കോടതിയില് കേസിന് പോയി, കേസ് വിധി വരേണ്ടതിന്റെ പിറ്റേ ദിവസം അത്രയും 1.5 വർഷം ആ ഫയലുകൾ പിടിച്ച് അത് രാഷ്ട്രപതിക്ക് അയക്കുക. അത് സ്വന്തം ഭരണത്തോടുള്ള അതേ കക്ഷിയോട് എന്തെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി അവരുടെ ഭരണം ഏത് വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് അത് പിടിച്ചു വെക്കുക. എന്നിട്ട് വിധി വരുന്നു, തനിക്കെതിരെ വരുന്നു മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. അങ്ങനെ ചെയ്യരുതെന്നാ പറഞ്ഞ. അല്ലാണ്ട് ഗവർണർ പോസ്റ്റ് അഥവാ ഗവർണർമാരെ നിയമിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടി അനുയോജ്യനായ ഒരാളെ പോസ്റ്റ് ചെയ്യണം. അതാണ് ഇപ്പൊ ഭരണഘടന അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താല്പര്യം കൂടി കണക്കെടുത്ത്. അങ്ങനെ പക്ഷെ ഭരണഘടനയിൽ അങ്ങനെ പറയുന്നില്ല കേട്ടോ. ഗവർണർ അല്ല, ഭരണഘടനയിൽ പലതും ഇപ്പൊ പറഞ്ഞ മാതിരിയാണല്ലോ. ഭരണഘടനയിൽ പറഞ്ഞ മാതിരിയാണല്ലോ ഇപ്പൊ ഞാൻ നേരത്തെ കാര്യം ചെയ്തിട്ടുള്ളത്. കാരണം 1.5 കൊല്ലം ഈ ഫയലുകൾ പിടിച്ചു വെക്കാനായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇല്ല 1.5 കൊല്ലം പിടിച്ചു വെക്കാനായിട്ട് അങ്ങനെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ല.
ഭരണഘടനയിൽ 1.5 കൊല്ലം പിടിച്ചു വെക്കുക. എന്നാലും പ്രസിഡന്റിന് അത് അല്ല, ഗവർണർക്ക് അത് ഒന്നില്ലെങ്കിൽ ഒപ്പിടാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. മറ്റൊരു കാര്യം പറഞ്ഞപ്പോ രാഷ്ട്രപതിക്ക് അയച്ചു. ഈ ബില്ലിന് ഇനി വെളിച്ചത്ത് കൊണ്ടുവരില്ല എന്നാണോ? അതാണ് ഇന്ത്യൻ ഭരണഘടന പറയണത്. രാഷ്ട്രപതിക്ക് അയച്ചു, ഇനി ആ ബില്ലുകളൊന്നും വെളിച്ചം കാണില്ല എന്നാണോ പറയണത്? അങ്ങനെയാണോ നമ്മുടെ ഭരണഘടന എഴുതി വെച്ചില്ല? അംബേദ്കർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ള വ്യക്തികൾ, അതായത് ഈ ഗവർണറെ പോലുള്ള വ്യക്തി. പിന്നെ ഈ പിണറായി വിജയൻ മാത്രമല്ല, തമിഴ്നാട് ഗവർണറെ പറ്റിയിട്ട് പരാതി ഉണ്ടല്ലോ, ബംഗാളിലെ ഗവർണറെ പ്രതി പരാതി ഉണ്ടല്ലോ, പഞ്ചാബിലുണ്ടല്ലോ, ഇവരെ എല്ലായിടത്തും പരാതികളുണ്ട്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ പറയണ പിണറായി വിജയനാണ്. പിണറായി വിജയന് മാത്രമല്ല, അതായത് BJP ഇതര ഗവർണർമാർക്ക് മുഴുവൻ, ആ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ ഈ പരാതിയുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേർന്നുകൊണ്ടാണ് ശ്രീ തോമസ് വിളിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ എവിടെ നിന്നാണ് തോമസ് വിളിക്കുന്നത്? അടിമാലി. ഈ അടിമാലിയിലെ ആളുകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ഗവർണർ സർക്കാർ പോര് എന്താണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ശ്രീ തോമസ്? ചർച്ച ചെയ്യുന്നുണ്ട്. ഗവർണർ ഭരണഘടനാ പദവി മുൻപ് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഗവർണർ പദവി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ സാറ് ഗവർണർ ഇല്ലെങ്കിൽ നമുക്ക് സർവകലാശാലയിലെ നിയമനമൊക്കെ നമ്മൾ കണ്ടില്ലേ? ആരെങ്കിലും ഇതിന്റെ ഒരു നേതൃത്വം വേണ്ട, അല്ലെങ്കിൽ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആവൂലേ? അപ്പൊ തീർച്ചയായിട്ടും ഗവർണർ വേണം. പിന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും സ്കൂൾ കുട്ടികളെ പോലെ ഉള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതായത് രണ്ടുപേരും കുറെ കൂടെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വളരെ വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഗവർണർ പദവി ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അങ്ങനെ വേണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായി ഇന്നത്തെ നന്ദി പ്രമേയത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെയും CPI-യും CPM-ഉം ഒക്കെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ആ നിലപാടിനോട്? ഹലോ, നമസ്കാരം. നമസ്കാരം. സാറേ, പിന്നോട്ടൊന്ന് നോക്കിയാല്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ KR നാരായൺജി, അദ്ദേഹം മുതലാണ് ഈ രാഷ്ട്രപതി എന്ന് പറയുന്നത് തന്നെ ചലിക്കുന്ന ഒരു രാഷ്ട്രപതി വന്നത് അദ്ദേഹം മുതലാണ്. കാരണം അതിനു മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ 70-80 കഴിഞ്ഞിട്ട് മറ്റേ അത്തുംപിത്തു ആയതിനു ശേഷം ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അത്തുംപിത്തുവാണോ? അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നായകനായിരുന്നു. ഇല്ല, KR നാരായണൻ അദ്ദേഹം വന്നത് മുതൽ മാത്രം അത് മറ്റേ അതൊക്കെ ശ്രീ അബ്ദുറഹ്മാന്റെ അറിവ് കുറവ് എന്നതിനപ്പുറത്തേക്ക് ഡോക്ടർ S രാധാകൃഷ്ണനെ കുറിച്ച് അങ്ങേക്ക് എന്തറിയാം? അല്ല, അദ്ദേഹത്തിന്റെ അല്ല, ഇത് എന്റെ കാലം മുതലേ അങ്ങയുടെ കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡന്റുമാർ എന്നാൽ ലോകാദരണീയരായിരുന്ന ആളുകളായിരുന്നു. ഇന്ത്യൻ ഡോക്ടർ S രാധാകൃഷ്ണൻ എന്നത് അദ്ദേഹത്തെ സ്റ്റാലിൻ പോലും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്നാണ്. അതിന് ഒരു മഹത്തായ ഒരു കഥ കൂടി നമുക്കറിയാം. കാരണം പണ്ട് ഈ ഞാൻ പറയട്ടെ, കേൾക്കൂ, നിങ്ങളും കൂടി കേൾക്കൂ. പണ്ട് ഡോക്ടർ S രാധാകൃഷ്ണൻ സാധാരണ സ്റ്റാലിൻ്റെ റഷ്യയിൽ ആദ്യം അദ്ദേഹം അംബാസിഡറായി പോയ കാലത്ത് സ്റ്റാലിൻ അങ്ങനെ ആളുകൾക്ക് സമയം കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ S രാധാകൃഷ്ണൻ 5 മിനിറ്റ് സമയം കൊടുത്ത് പിന്നെ ആ ചർച്ച നീണ്ടത് മണിക്കൂറുകളാണ് എന്നൊരു കഥയുണ്ട്. അപ്പോൾ അത്രയും പ്രതിഭാധനന്മാരിരുന്ന പദവിയാണ് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനം. സ്ഥാനമാണ് കോൺഗ്രസിന്റെ കാലം മുതൽ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. കോൺഗ്രസ് അല്ലേ? അവരെല്ലാം കോൺഗ്രസിലായിരുന്നേ. എന്തെങ്കിലും പറയില്ല. അല്ല, എന്തെങ്കിലും പറയുന്നതല്ല സാറേ, എന്തെങ്കിലും പറയുന്നതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയം മുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊന്നും അധികാരമില്ലാതെയും നിൽക്കുന്നവർക്കുള്ള ഒരു അധികാരം കൊടുക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമാണ് ഈ ഗവർണറും ഈ ഇതെന്നൊക്കെ പറയുന്നത്. ഹലോ, അതൊക്കെ എനിക്കങ്ങനെ അതിലൊക്കെ വിയോജിപ്പുണ്ട്. എന്തായാലും പറയും, മുഴുവനാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം BJPക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള അവരുടെ നേതാക്കന്മാർക്കും ചില ചെറിയ നേതാക്കന്മാർക്കൊക്കെ ജീവിതമാർഗം വഴിമുട്ടിയതുകൊണ്ട് ഇങ്ങനെയുള്ള ഗവർണർമാരെ നിയമിച്ചും കൊണ്ട് ഇവർക്ക് ഈ ആവശ്യമില്ലാത്ത എത്ര പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള വരുമാനമാണ് ഇവർ ഇല്ലാതാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 1000 പാവപ്പെട്ടവർക്ക് വീടും സുഖകരമായി ജീവിക്കാനുള്ള ഇതാണ്, ഒരു വർഷത്തിൽ ജീവിക്കാനുള്ള ഇതാണ് ഒരു വർഷത്തിൽ ഈ ഗവർണർമാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഇദ്ദേഹത്തിന് ആവശ്യമുള്ളതല്ല ഇദ്ദേഹം മേടിച്ചില്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ആദ്യം ഇല്ലാണ്ടാക്കേണ്ടത് തന്നെ ഈ സംഭവമാണ്. ഈ ഗവർണർ പദവി വേണ്ടെന്ന് പണ്ട് കാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇവരെ അനാവശ്യ ചെലവാണെന്ന്. ഇപ്പൊ ഈ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ CPM അല്ല ഇല്ലാണ്ടാവേണ്ടത്, BJP-യും സംഘപരിവാറാണ് ഇല്ലാണ്ടാവേണ്ടത്. എന്നാല് നമ്മുടെ പഴയ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അവരാണ് ഇല്ലാണ്ടാവേണ്ടത്, അല്ലാതെ CPM അല്ല. CPM എന്ന് പറയുന്നത് ഹലോ കേൾക്കുന്നു
പെട്ടെന്ന് തീർക്കുമോ? അടുത്ത ആൾ വെയിറ്റ് CPM എന്ന് പറയുന്നത് ഒരു കനല് മതി, അത് അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനുള്ളതാണ്. അല്ലാതെ അധികാരമോഹികളായിട്ട് നടക്കുന്നവരല്ല CPM എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ദാസന് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഗവൺമെന്റ് കറക്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് അത്യാവശ്യമാണ്. പിന്നെ ഇവര് നിസ്സാര ഇപ്പൊ നമ്മുടെ ആ കണ്ണൂർ സർവകലാശാല രവീന്ദ്ര പ്രശ്നം മുതലാണ് ഈ ഗവർണറുടെ പ്രശ്നം പറഞ്ഞത്. അന്നേരം മുതൽ അതുവരെ മറ്റു വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ CPM ചിന്തിക്കട്ടെ എന്താ പറയുക, നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് ഈ ഒരു വൈരാഗ്യം വെച്ച് നിൽക്കാൻ പാടില്ല. ഇയാൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ വലിയ പ്രായപൂർത്തിയായ നേതാക്കന്മാരിൽ വരില്ല. ഈ ചെറിയ കുഞ്ഞു മക്കളെ കൊണ്ട് വെറുതെ അടികൂടാതെ പറഞ്ഞു തീർക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ്. താജു ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ താജു, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴയിൽ എവിടെ? ആലപ്പുഴ തിരുവമ്പാടി മുല്ലാത്തെന്ന് പറയും. തിരുവമ്പാടി. ഓ ശരി. ശ്രീ താജുവിന് എന്ത് തോന്നുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന പോലെയാണോ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന പോലൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ ഗവർണർ സർക്കാരിന് താഴെ നിൽക്കാവുള്ളൂ. നമ്മളെ ഭരിക്കുന്ന സർക്കാരാണ് വലുത്. ഇത് RSSന്റെ അജണ്ട വെച്ച് ഗവർണർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമമാണ് ഇവിടെ. അത് ശരി. ഏതായാലും പക്ഷേ ഗവർണറാണ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അദ്ദേഹത്തെ സഹായിക്കേണ്ടവരാണ് ചീഫ് മിനിസ്റ്റർ. ഇതിൽ ഭരണഘടന ഇങ്ങനെയാണ് പറയുന്നത്, ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ചീഫ് മിനിസ്റ്റർ അറ്റ് ദി ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് ഫങ്ഷൻസ് എന്നാണ് ഭരണഘടന പറയുന്നത്. ഏതായാലും ഷാജി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഹലോ. ഇപ്പൊ ഈ BJP ഇതര ഗവൺമെന്റുകളെ ഒക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ ഒരു തന്ത്രമാണിത്. ഇപ്പൊ തമിഴ്നാട്ടിൽ R. രവീനാണേലും, കൽക്കത്തയില് പിന്നെ ആനന്ദ് ബോസ് ആണെങ്കിലും, കേരളത്തില് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനാണെങ്കിലും ഇവരെയൊക്കെ വെച്ചുകൊണ്ട് BJP തനി രാഷ്ട്രീയം കളിക്കുകയാണ്. യെസ്, വളരെ വ്യക്തമാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദിന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം തീരാറായി. അതെ പറയൂ. ഗവർണർ വേണ്ടേ എന്ന ചോദ്യം തന്നെ ഭരണഘടനാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നുള്ള അഭിപ്രായക്കാരൻ. മാത്രമല്ല, ഒരു മന്ത്രി ഒരിക്കലും ഒരു ഭരണഘടനയെ തൊട്ടുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭരണക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞ മന്ത്രി ഉടനെ തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. ഭരണഘടനാ ലംഘനല്ലേ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഭരണഘടനയുടെ 153-ാം വകുപ്പ് വളരെ കൃത്യമായി ഗവർണറെ കുറിച്ച് പറയുന്നു. 154 മുതലുള്ള വകുപ്പുകൾ ഗവർണറുടെ അധികാര പരിധികളെ കുറിച്ച് പറയുന്നു. ഭരണഘടന വളരെ കാര്യമായി എടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് ഗവർണർ. മാത്രമല്ല, ഇതൊരു ചെക്ക് ആൻഡ് ബാലൻസ് എന്ന രീതിയിൽ ഈ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം ആർക്കും ആരുടെ കയ്യിലേക്കും അങ്ങനെ അധികാരം പൂർണ്ണമായി ഒന്ന് ഒതുങ്ങി നിൽക്കാതിരിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണങ്ങൾ എന്ന തരത്തിലാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് വിളിച്ചതിന്. ജോസുകുട്ടി എന്നൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ജോസുകുട്ടി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ജോസുകുട്ടി എങ്ങനെ വിലയിരുത്തുന്നു ഈ ഇടത് നിലപാടിനെ? സാറേ, ഈ ഗവർണറെ മാറ്റണം, അത്യാവശ്യമായിട്ടും മാറ്റിയിട്ട് നമുക്ക് വീണ വിജയനെ കയറ്റി ഇരുത്തിയിട്ട് അതാകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ഒപ്പിട്ട് കൊടുത്തോളും, കണ്ണു അടച്ച് ഒപ്പിട്ട് കൊടുത്തോളും. ഏത് അഴിമതി ചെയ്തൊന്നും കൃതാരി ചെയ്ത് നോക്കിയല്ല, ഏറ്റവും നല്ല അതായിരിക്കും. അപ്പോൾ ഈ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടിക്ക് കേരളത്തിൽ നല്ല വരുമാനവും കിട്ടും, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കിട്ടും. ഇവന്മാരല്ല വല്ല തൊല്ലും വേണ്ട സാറേ, ഇത് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ്. തോമസ് എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ശ്രീ തോമസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ തോമസ് എങ്ങനെ ഈ അഭിപ്രായത്തോട് പ്രതികരിക്കും? ഗവർണറും വേണം, മുഖ്യമന്ത്രിയും വേണം. പക്ഷെ ഇവിടെ വികസനങ്ങളില്ല. വികസനങ്ങളെ തടഞ്ഞു നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രിയും ഗവർണറും. ജനങ്ങൾക്ക് ജനങ്ങളുടേതായ രീതിയിൽ ഒരു നിയന്ത്രണങ്ങളും ഇല്ല. വളരെ വ്യക്തമാണ്. ജതീഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജതീഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്ത്. തോപ്പുംപടി നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജതീഷിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ. ഇപ്പൊ ഒരു നമുക്കൊരു ചീഫ് മിനിസ്റ്റർ ഇപ്പൊ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഗവർണർ വേണം, അതിൽ യാതൊരു മാറ്റവും ഇല്ല. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഭരണഘടന അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ആർട്ടിക്കിൾ 153 എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഗവർണർ വേണം എന്ന നിലപാട് പറയുന്നത്. ഈ വിഷയത്തിൽ ആണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച നടത്തിയത്. ഇത് ഞങ്ങൾ യൂട്യൂബിലും ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. CPIയുടെ ഈ നിലപാടിനോട്
യോജിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചത്. 22% ആളുകൾ CPIയുടെ നിലപാടിനോട് യോജിക്കുന്നു. അതേസമയം 78% ആളുകൾ സംസ്ഥാനത്തിന് ഒരു ഗവർണർ വേണം എന്ന നിലപാട് ഉള്ളവരാണ്. ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.